നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച, ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ട്രംപ് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന വാക്കുകൾ എന്തോ അതിൻ്റെ വിപരീതം ട്രംപ് ഇതാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻഫാന്റിനോ പറഞ്ഞിരുന്നത്, ട്രംപ് റീട്രേറ്റ് ചെയ്തു, ഇറാൻ വേൾഡ് കപ്പ് കളിക്കാൻ വെൽക്കം, അവരെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് അങ്ങനെ ട്രംപ് സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻഫാന്റിനോ വലിയ രൂപത്തിൽ പോസ്റ്റ് ഇടുന്നത്. കാരണം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജിയാനി ഇൻഫാന്റിനോ. ഇറാൻ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ആദ്യ ടീമുകളിലൊന്നാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിന്. അല്ലാതെ ഹോസ്റ്റുമാരെന്ന രൂപത്തിലൊന്നും യോഗ്യത നേടിയിട്ടുള്ള ടീമല്ല. അങ്ങനെ നേടുന്നവരുണ്ടല്ലോ, യോഗ്യതൊന്നും കളിക്കാതെ. അങ്ങനെയല്ല, കളിച്ച് യോഗ്യത നേടി വന്ന ടീമാണ്. അപ്പോൾ ആ ടീമിനെ കളിപ്പിക്കാം എന്ന് ഹോസ്റ്റിൻ്റെ പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഇൻഫാന്റിനോ പോസ്റ്റ് ഇടുന്നതിൽ ഔചിത്യം പലരും ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഇൻഫാന്റിനോയെ തള്ളി. ഇൻഫാന്റിനോ എന്ത് പറഞ്ഞതിൻ്റെ വിപരീതം തന്നെ ട്രംപ് ഇപ്പം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ട്രംപ് സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ള ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റ് അനുസരിച്ച്, ഇറാനികൾക്ക് ജീവൻ വേണോ, അതായത് ജീവന് സുരക്ഷിതമാവണോ, ഇവിടെ വന്ന് കളിക്കാതിരിക്കുന്നതും നല്ലത്, US വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. അതാണ് ഒരു ഭീഷണി സ്വരത്തിലുള്ള പോസ്റ്റാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഇറാൻ സോക്കർ ടീമിന് ഇവിടെ സ്വാഗതമൊക്കെ ഉണ്ട് വേൾഡ് കപ്പിന്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല അവരിവിടെ വരുന്നത് അപ്രോപ്രിയേറ്റ് ആയിരിക്കും എന്ന്. ഫോർ ദെയർ ഓൺ ലൈഫ് ആൻഡ് സേഫ്റ്റി, അവരുടെ ജീവനും സുരക്ഷിതത്വത്തിനുമൊക്കെ അവരിവിടെ വരുന്നത് നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ, പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് എന്നാണ്. ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതിൽ നിങ്ങൾക്ക് നന്ദി, ഇതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ്. ഇങ്ങോട്ട് വന്നാൽ ജീവനും കാര്യങ്ങളൊന്നും അങ്ങനെ സേഫ് ആയിരിക്കില്ല, ഇത് ശ്രദ്ധിച്ചോ എന്നാണ് പോസ്റ്റ്. ഇതിപ്പോൾ ദി അത്ലറ്റിക് എന്ന് പറഞ്ഞ ഫുട്ബോൾ വാർത്തകൾ നമ്മൾ എടുക്കുന്ന പ്രധാന സോഴ്സാണല്ലോ. അത് ന്യൂയോർക്ക് ടൈംസിൻ്റെ സ്പോർട്സ് വിഭാഗമാണ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ അവർ തന്നെ കൊടുക്കുന്നത് എന്താ: യെറ്റ് നൗ ട്രംപ് അപ്പിയേഴ്സ് ടു ഹാവ് ചേഞ്ച്ഡ് ഹിസ് പൊസിഷൻ വൺസ് മോർ. ഒരിക്കൽ കൂടി ട്രംപ് തൻ്റെ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നാണ് അവരുടെ നാട്ടിൽ നിന്നുള്ള പത്രത്തിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ വൈറ്റ് ഹൗസിനെ അതുപോലെ തന്നെ ഫിഫയൊക്കെ കമൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് വിശദീകരണങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുകൂടി അവർ പറയുന്നു. എന്തായാലും ഇതിൽ ഇപ്പോൾ വല്ലാത്ത രൂപത്തിലൊരു ചർച്ചയായിട്ട് കാര്യം മാറിയിട്ടുണ്ട്. കാരണം ഒരു ഹോസ്റ്റായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പറയുകയാണ്, ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ള രാജ്യത്തെ ടീമിൻ്റെ കളിക്കാർ വന്നാൽ ജീവനും സുരക്ഷയൊന്നും അത്ര നന്നായിരിക്കില്ല എന്ന്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.